സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ ഹൈക്കോടതി നൽകിയ ഹർജി പിൻവലിച്ചു. ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് പിൻവലിച്ചത്. സിൻഡിക്കേറ്റിന്റെ തീരുമാനം സാധുവാണോ എന്ന് ബന്ധപ്പെട്ട അതോറിറ്റിക്ക് പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. അതിനിടെ സംഭവത്തിൽ കോടതിയെ വിമർശിച്ച് പോസ്റ്റിട്ട ഇടത് സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷിനെതിരെ സ്വമേധയാ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, എന്തായാലും രജിസ്ട്രാർ ഹൈക്കോടതി നൽകിയ ഹർജി പിൻവലിച്ചു. മാത്രമല്ല, കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് രജിസ്ട്രാറായി തുടരാം, ഡോക്ടർ അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാം എന്നാണ്. ഇന്ന് നടന്ന വാദപ്രതിവാദങ്ങൾ എന്തായിരുന്നു? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, തന്റെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് പിൻവലിച്ചൊരു സാഹചര്യത്തിൽ ഈ ഹർജിയുമായിട്ട് തനിക്ക് മുന്നോട്ട് പോകേണ്ടതില്ല, അത്തരത്തിലൊരു തീരുമാനമാണ് താൻ എടുത്തിരിക്കുന്നതെന്നായിരുന്നു ഡോക്ടർ കെ.എസ്. അനിൽകുമാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജി പിൻവലിക്കുകയാണെന്നും അദ്ദേഹം ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. തുടർന്ന് ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വാദഗതികളിലേക്കൊന്നും കടന്നില്ല. അതിനിടയിൽ തന്നെ VC-ക്ക് വേണ്ടിയിട്ടുള്ള അഭിഭാഷകൻ ഈ ഒരു ഹർജി പിൻവലിക്കൽ നടപടിയെ തുറന്ന് എതിർക്കുകയും ചെയ്തു. പക്ഷേ വിശദമായിട്ട് ആ ഒരു കാര്യത്തിൽ വാദങ്ങൾ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കായിരുന്നു ഹൈക്കോടതി മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ ചില പരാമർശങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഇടത് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ആർ രാജേഷ് ഫേസ്ബുക്കിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഹൈക്കോടതിക്കെതിരെ, അതായത് ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെയായിരുന്നു ഫേസ്ബുക്കിലൂടെ ഒരു അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയത്. നീതി ദേവതയാണ് ഹൈക്കോടതിയിൽ ഇരിക്കുന്നത്, കാവിക്കൊടി ഏന്തിയ സ്ത്രീ അല്ല എന്ന് തുടങ്ങുന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശന രൂപേണയുള്ള പരാമർശമായിരുന്നു. അതായത് സർവകലാശാല സംബന്ധിച്ചുള്ള കേസുകളിൽ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട ജസ്റ്റിസ് D.K. സിംഗ് പറഞ്ഞത്. ആ പോസ്റ്റിട്ട വ്യക്തിയെ, ആ പോസ്റ്റിട്ട മാന്യനെ അറിയാമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ പോസ്റ്റിടാൻ ധൈര്യം വന്നത് എന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതുമാത്രമല്ല, ആ രാജേഷിനെതിരെ സ്വമേധയാ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പും ജസ്റ്റിസ് D.K. സിംഗിന്റെ ബെഞ്ച് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, പോസ്റ്റ് ഇട്ടതിലൂടെ ഈ ജഡ്ജിമാരെ സമ്മതത്തിലാക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് കേരള സർവകലാശാല രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാർ ഹൈക്കോടതി നൽകിയ ഹർജി പിൻവലിച്ചു. ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് പിൻവലിച്ചത്. സിൻഡിക്കേറ്റിന്റെ തീരുമാനം അസാധുവാണോ എന്ന് ബന്ധപ്പെട്ട അതോറിറ്റിക്ക് പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. അതിനിടെ സംഭവത്തിൽ കോടതിയെ വിമർശിച്ച് പോസ്റ്റിട്ട ഇടത് സിൻഡിക്കേറ്റ് അംഗവും CPM നേതാവുമായ ആർ രാജേഷിനെതിരെ സ്വമേധയാ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നു. രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.